ആരാ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ആരാ നിങ്ങൾ? അത് ശരി, എന്റെ മുറി കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭഗവാനെ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കണോ എന്റെ ജീവിതം തുലയ്ക്കാൻ? ഇത് നിങ്ങളുടെ മുറിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ അങ്കിൾ വിജയമേനന്റെ മുറിയാ ഇത്. ഏത് വിജയമേനൻ? മര്യാദയ്ക്കൊന്നും ഇറങ്ങി പോകുന്നുണ്ടോ? അതിനിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? അങ്കിൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ? ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയെ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തേഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ചു കൊന്നു. എവിടെയാ നിന്റെ റിവാൾവർ? കീഴടങ്ങുന്നതാണ് നല്ലത്. കൊല്ല്. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 rupees. കമ്മീഷൻസ് എക്സ്ട്രാ. MK വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് മോട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും എന്റെ ഒരു വീക്ക്നെസ് ആയിപ്പോയി. എന്ന് വെച്ച് തോന്നിയാൽ ഞാനില്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ വിടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പര കയറിയപ്പോ ഞാൻ നിൽക്കുന്ന 2 തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും ഇടിയുന്നോയായ സമ്മതി പരുവാക്കി ഒരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റ് ചെയ്ത കവറിന്റെ പുറത്ത് വിലാസം പറയണ എന്നായി. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റം മദ്യം എന്റെ വായിലും മൂക്കിൽ ഒഴിച്ചു തന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴുകി ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേ ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കിഴവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ മുഴുവൻ കളവ് പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒളിപ്പിച്ചോണ്ട് ആ പെണ്ണിന്റെ തൊറ്റ വീഴ്ച. അടുത്ത മുറിയിൽ ഒരു പറട്ട കളവന്ന് പറവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലെന്റെ സവാലമാണ്. ഈ കൊല്ല്. നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ, കുനിയടാ. ദൈവമേ, നീ ആളുടെ കൊലപാതകത്തിനോടെ ഉത്തരം പറയണോ? നമുക്ക് രക്ഷപ്പെടാം. അയ്യോ, എന്റെ ഡ്രസ് മാറണം. ഡ്രസ് എവിടെ? ഇത് തുറക്കുന്നില്ല. പോട്ടല്ലേ?
I say stay there. ആരാ? ഞാൻ ഉദയവർമ്മയുടെയും കമ്മീഷണറുടെയും വധവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എന്റെ പേര് ജോസഫ്. രാമദാസൻ എന്റെ അടുത്ത കൂട്ടുകാരനാണ്. അവൻ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. ഓഹോ, അപ്പോ ദാസൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? ദാസൻ? അയ്യോ പഞ്ചപാവം. ആരാ കൊന്നാന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്ത് രാമദാസനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അച്ചോ. പെണ്ടൊരിക്കൽ തോണി മറിഞ്ഞ് പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയ എന്നെ വലിച്ചു കഴക്കി കയറ്റി എന്റെ ജീവൻ രക്ഷിച്ചവരാ രാമദാസൻ. അതുകൊണ്ട് എനിക്കും അവന്റെ ജീവൻ രക്ഷിക്കണം അച്ചോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാസൻ നിരപരാധിയാണെന്ന്? സത്യത്തിൽ ആ 2 കൊലകളുടെയും പുറകിൽ ഞാനായിരുന്നു. ദാസൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇല്ല, വേറൊരിടത്ത് ഒളിച്ചു കഴിയുകയാണ്. എന്നാ നമുക്ക് അങ്ങോട്ട് പോച്ചാ. പോവാം, ഒരു നിമിഷം ഇരിക്കൂ, ഞാനിപ്പോ വരാം. ജോസഫ്, 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 നിങ്ങളെയാണ് വിളിച്ചത്? ഞാനാ ജോസഫ്. വരും. ഇത് തന്നെയാണ്. സോറി. നിന്നെ കൊണ്ട് കള്ളനെ പിടിക്കാനോ കഴിയില്ല. പിടിക്കാൻ പോണവനെ പിടിക്കാനും പിടിച്ചിട്ട് ഇടിച്ച് മിടുക്കനവന് മുൻപില്. ഐ എം സോറി സർ. എന്ത് പോക്കർത്തനം കാണിച്ചിട്ട് പാറേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്നെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്ന് പൊട്ടി. മന്ത്രിയുടെ ചെറുവിരലൊന്ന് മുറിഞ്ഞു. അതിന് ഡിവൈഎസ്പി ആയിരുന്നു എന്നെ ചവിട്ടി CI ആക്കാൻ ഇവിടെ നിയമം ഉണ്ടായി. നിന്റെയൊക്കെ തോന്നിയാസം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ആരാണെന്ന് താമസിയാതെ നിനക്കൊക്കെ മനസ്സിലാവും. കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും ഇരട്ട കൊലപാതകയെ കണ്ടുപിടിച്ച് ഈ മിന്നൽ ബാബു ഇവിടെ ഒരു വെലസ്. അന്ന് നിന്നെയൊക്കെ സ്റ്റാൻഡ് പിടിച്ചോളാം. പോലീസ് പോലും പോലീസ്. ആകെ അബദ്ധമായല്ലോ സാർ. എന്തബദ്ധം? എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. അയക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളെ. എന്റെ ഭാഗത്തിന് ഇന്നാ ഒരു അവസരം കിട്ടിയത്. അയാളുടെ ഒരു കേസ് പിടുത്തവും വേഷം മാറലും ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്താൻ കുറെ പാർട്ടികൾ. ഇഡിയറ്റ്. ഒത്തിരി വലിയ വീടാണല്ലോ. സുനിത ഈ വീട്ടിൽ തനിച്ച് എങ്ങനെ കഴിയുന്നു? തനിച്ചാണെന്ന് വെച്ച് അയൽവക്കത്തുള്ളവരെ ഇവിടെ വിളിച്ച് പാർപ്പിക്കാൻ പറ്റുമോ? കൊട്ടാരായാലും കൊതുകിന് യാതൊരു കുറവില്ല കേട്ടോ. യോ, കറണ്ട് പോയാ? ഇതെന്ത് വിദ്യ? സൗണ്ട് സെൻസിറ്റീവ് സ്വിച്ച് എന്ന് പറയും. ശബ്ദം കൊണ്ട് ഓണാവുകയും ഓഫാവുകയും ചെയ്യും. ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. കണ്ടിട്ട് ഒരുമാതിരി കൊള്ള സങ്കേതം പോലെ. ഇവിടെ എല്ലാ മുറി ഇങ്ങനെ? അല്ല, ഈ മുറി മാത്രമേ ഉള്ളൂ. അല്ല, പോലീസുകാരിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ്? മിസ്റ്റർ വേണു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നി. സാഹചര്യം അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ
പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ അപകടമാണ്. താങ്ക് യു. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഐ എം എ വാണ്ടഡ് ക്രിമിനൽ. ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതും ഒരു ക്രൈമാണെന്ന് അറിയില്ലേ? നിയമ പുസ്തകമൊന്നും ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല. അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കുന്നത് നിയമപ്രകാരം കുറ്റമാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. അത് ശരി, അത്രേ ഉള്ളൂ. ആട്ടെ, എന്തോ ചെറിയൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? ഉള്ള സത്യം പറയാമല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു പത്രത്തിന്റെ കറസ്പോണ്ടന്റായി വർക്ക് ചെയ്യാണ്. കമ്മീഷണറുടെ വധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കുറച്ചു കാലമായി ദുരൂഹമായി തുടരുന്ന സംഭവങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് വളരെ സെൻസേഷണലായ റിപ്പോർട്ടാക്കി മാറ്റാൻ പറ്റും. ഇത്രയുമാണ് എന്റെ സ്വാർത്ഥത. ഒരു സെൻസേഷനും ഉണ്ടാക്കണ്ട. ഒരു നിരപരാധിയുടെ ദുരന്ത കഥ എന്നൊരു തലക്കെട്ടോടുകൂടി എന്തെങ്കിലും എഴുതി എന്നെ ഒന്ന് രക്ഷിക്ക്. അങ്ങനെയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറിക്കിട്ടിട്ട്. What do you mean? ഒരു പെണ്ണ് കാരണമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലായത്. സത്യം പറയും, നിങ്ങൾക്ക് ഗൂഢോദ്ദേശം വല്ലതും ഉണ്ടോ? ഞാൻ പൊക്കോളാം. മിസ്റ്റർ വേണുവിന് മരിക്കാൻ അത്ര ഭയമാണോ? എന്നായാലും നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ? വേണ്ട, അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണം. പ്രേമത്തിന്റെ മധുരം എന്താണെന്ന് അറിയണം. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുന്നു. ആഗ്രഹം ഇത്രയൊക്കെ ഉള്ളൂ? അങ്ങനെ ആചാരവിധി പ്രകാരം നടത്തേണ്ട കാര്യമൊന്നുമല്ല. അവിചാരിതമായ കണ്ടുമുട്ടൽ. ഇഷ്ടമാണോ അല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ. ഇഷ്ടമാണ് എന്നറിയുമ്പോഴുള്ള നൊമ്പരം കലർന്നൊരു പരവേശം. പരസ്യപ്പെടുത്തി പെണ്ണെ കണ്ട എനിക്കിതൊന്നും അനുഭവിച്ചറിയാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു അസുഖമാണല്ലോ. ആ സുഖമാണ് എന്റെ സുഖം. ഓക്കെ, കുറെ ഓടിയതല്ലേ, ഒന്ന് വിശ്രമിക്കൂ. ഈ മുറി ഉപയോഗിക്കാം. ഇല്ലില്ല, എനിക്കിപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, ഞാൻ ഹലോ 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 Is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number.